വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന നിരവധി സംഭവങ്ങളാണ് സമീപകാലത്തായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പുറത്തിറങ്ങാൻ പറ്റാതെ അതിനകത്ത് എരിഞ്ഞൊടുങ്ങുന്ന ജീവിതങ്ങൾ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. നാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇതിൽ പല അപകടങ്ങളും. നിരുപദ്രവകാരികളായ വണ്ടുകൾ പോലും അഗ്നിബാധയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം? ക്യാംഫർ ഷൂട്ട് ബോറർ ഇനത്തിൽപ്പെട്ട വണ്ടുകൾ പെട്രോൾ ഹോസിൽ സുഷിരമിടുന്നത് മൂലം പെട്രോൾ ലീക്കാവുന്നതിനുള്ള സാധ്യതയുണ്ട്. MPFI പെട്രോൾ എഞ്ചിനുകളിൽ ഫീഡ് പമ്പ് സ്ഥിതി ചെയ്യുന്നത് പെട്രോൾ ടാങ്കിലാണ്. വാഹനം സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ പ്രൈമിംഗ് നടക്കുന്നത് മൂലം 30 PSI മുതൽ 50 PSI വരെ പ്രഷറിൽ പെട്രോൾ പുറത്തേക്ക് സ്പ്രേ ചെയ്യപ്പെടാം. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ ചെറിയൊരു സ്പാർക്ക് മതിയാകും വാഹനം പൂർണ്ണമായി കത്തിയമരാൻ. ദീർഘകാലമായി ഉപയോഗിക്കാതെ കിടന്ന വാഹനങ്ങളിൽ ശല്യം മൂലവും പെട്രോൾ പൈപ്പുകളിൽ ദ്വാരമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് ഗ്യാസ് കൺവെർട്ട് ചെയ്തിട്ടുള്ള വാഹനങ്ങളിൻ്റെ കൃത്യമായ മെയിൻ്റനൻസ് ഇല്ലായ്മയും. LPG കൺവേർഷൻ ചെയ്തിട്ടുള്ള വാഹനങ്ങൾ വർഷത്തിലൊരിക്കൽ സർവീസ് ചെയ്യുകയും 3 വർഷം കൂടുമ്പോൾ പ്രഷർ ടെസ്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ 15 വർഷം കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും തന്നെ മാറ്റേണ്ടതുമാണ്. പക്ഷേ പലരും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അങ്ങനെയുള്ള വാഹനങ്ങൾ കൺവെർട്ട് ചെയ്തതിന് ശേഷം കൃത്യമായ മെയിൻ്റനൻസ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അഗ്നിബാധയുടെ പ്രധാന മറ്റൊരു വില്ലനാണ് നിയമാനുസൃതമല്ലാത്ത ആൾട്ടറേഷനുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹെഡ്ലൈറ്റുമായി ബന്ധപ്പെട്ടതാണ്. 50-60 വാട്ടിൻ്റെ ഹെഡ്ലൈറ്റുകൾ പിടിപ്പിക്കുന്നതിനുള്ള ഹെഡ്ലൈറ്റിൻ്റെ ഹോൾഡറാണ് ഇതിനകത്ത്. ഇതിൽ 100-110 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാകുന്ന ഹാലജൻ ബൾബുകളും HID ബൾബുകളും ബെല്ലാസ്റ്റുകളും ഉപയോഗിക്കുന്നതോടുകൂടി 300-350 ഡിഗ്രി സെൻറ്റിഗ്രേഡിലായിരിക്കും ഇതിൻ്റെ ഹോൾഡറുകൾ ചൂടാവുക. അതുകൊണ്ട് തന്നെ പല അഗ്നിബാധകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഹോൾഡറിൽ നിന്നായിരിക്കാം. വാഹനം മുന്നോട്ട് കുതിക്കുമ്പോൾ ആ തീ വളരെ പെട്ടെന്ന് തന്നെ വാഹനത്തെ വിഴുങ്ങുകയും ചെയ്യും. നിയമാനുസൃതമല്ലാത്ത ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഘടിപ്പിക്കലും ഫ്യൂസുകൾ ഒഴിവാക്കി വയറിങ്ങുകൾ പിരിച്ചുപയോഗിക്കുകയും അതേപോലെ തന്നെ ലാമിനേഷൻ നഷ്ടപ്പെട്ട വയറുകളും കൂളിംഗ് സിസ്റ്റത്തിൻ്റെ തകരാറുകളും ബാറ്ററിയുടെ ചാർജിങ് സർക്യൂട്ടിൻ്റെ തകരാറുകളും എല്ലാം അപകടത്തിന് കാരണമാകും. ഓവർ ചാർജായിട്ടുള്ള ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ ചില സമയത്ത് വാഹനത്തെ അഗ്നിബാധയ്ക്ക് കാരണമായ ഒന്നാണ്. അതേപോലെ തന്നെയാണ് പാർക്കിംഗ് സ്ഥലത്തെ ഉണങ്ങിയ ഇലകളും മറ്റും അപകടത്തിന് കാരണമായേക്കാം. പെട്രോൾ പോലെയുള്ള പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ വാഹനങ്ങളിൽ സൂക്ഷിക്കുന്നതും അപകടത്തിന് കാരണമായേക്കാവുന്ന ഒന്നാണ്. അഗ്നിബാധയെ ചെറുക്കുന്ന മെറ്റീരിയൽ കൊണ്ടാണ് വാഹന നിർമ്മാതാക്കൾ സീറ്റുകളും അകത്തെ ഭാഗങ്ങളുമെല്ലാം നിർമ്മിക്കുന്നത്. പക്ഷേ നാം അതിൻ്റെ മുകളിൽ റെക്സിനുകളും വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന പോളിസ്റ്ററും അതേപോലെ തന്നെ റബ്ബറിൻ്റെ മാറ്റുകളുമെല്ലാം ഉപയോഗിക്കുന്നതോടുകൂടി ചെറിയ അഗ്നിബാധ പോലും വളരെ പെട്ടെന്ന് ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുന്നതിനുള്ള സാഹചര്യമുണ്ടാകും. കൃത്യമായ മെയിൻ്റനൻസാണ് ഈ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം. കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്യുകയും പെട്രോളിൻ്റെയോ ഗ്യാസിൻ്റെയോ ഗന്ധം അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ സർവീസ് സെൻറ്ററിൽ ബന്ധപ്പെട്ട് അതിൻ്റെ ഉറവിടം കണ്ടെത്തുകയും അതിനുശേഷം മാത്രം വാഹനം സ്റ്റാർട്ടാക്കുകയും വേണം. അതേപോലെ തന്നെ വാഹനത്തിൽ പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള യാതൊരുവിധ ഇന്ധനങ്ങളോ തീപ്പെട്ടികളോ മറ്റ് സ്ഫോടക പദാർത്ഥങ്ങളോ കൊണ്ടുപോകരുത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഷോർട്ട് സർക്യൂട്ട് മൂലമോ അഗ്നിബാധ മൂലമോ വയറുകൾ ഉരുകിയാൽ വാഹനത്തിൻ്റെ ഡോർ തുറക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമായേക്കാം. അതുകൊണ്ട് തന്നെ രൂക്ഷമായ ഗന്ധമോ പുകയോ കാണുന്ന മാത്രയിൽ തന്നെ വാഹനം സൈഡ് ഒതുക്കി എത്രയും പെട്ടെന്ന് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതാണ്. ഡാഷ്ബോർഡിലെ വാർണിംഗ് ലാമ്പുകൾ സദാ ശ്രദ്ധിക്കുകയും അനധികൃതമായ ആൾട്രേഷനുകൾ ഒഴിവാക്കിക്കൊണ്ടും വളരെ ശ്രദ്ധയോടെ കരുതലോടെ നമ്മുടെ വാഹനത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. വളരെ വേദനാജനകമായ അഗ്നിബാധ പോലെയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാവുന്നതാണ്.